നമ്മുടെ പ്രധാനമായി ചെയ്യേണ്ട അമാലുകൾക്ക് അത് മുടക്കമാവരുത്. ബിസിനസ് ഒരിക്കലും നാം ചെയ്യുന്നതായ അമലുകൾക്ക് മുടക്കമാകരുത്. അഥവാ 5 വക്ത് നമസ്കാരം നമസ്കാരത്തിന് തടസ്സമായി മാറരുത്. ജുമാ നമസ്കാരത്തിന് തടസ്സമായി മാറരുത്. അതുകൊണ്ടാണല്ലോ ജുമാ നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രത്യേകം പറഞ്ഞു ബിസിനസ് ഒഴിവാക്കി വരിക. എവിടേക്ക്? ജുമാ നമസ്കാരത്തിന് വേണ്ടി. നിങ്ങൾ ജുമാ നമസ്കാരത്തിന് വേണ്ടി ബിസിനസ്സുകൾ ഒഴിവാക്കി വരണം എന്ന്. അതുകൊണ്ട് അവിടെ പണ്ഡിതന്മാർ ഫുഖഹാക്കൾ വിധി പറയുന്ന കാണാം. ആ സമയത്ത് കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ ആ കച്ചവടം ചെയ്ത് സമ്പാദിക്കുന്ന സമ്പാദ്യം ഹറാമാണ്, അത് തിന്നാൻ പാടുള്ളതല്ല. കാരണം അള്ളാന്റെ നിർബന്ധ കൽപ്പന പാലിക്കാത്തത് കൊണ്ട് അതിൽ ഹറാമ് കടന്നുകൂടി എന്ന് നമ്മുടെ നേതാക്കൾ ഫുഖഹാക്കൾ പറയാൻ കാരണം അത് തന്നെയാണ്. അപ്പോൾ നാം നമ്മുടെ ബിസിനസ്സിനെ ഹലാലാക്കാൻ വേണ്ടിയുള്ള മാധ്യമങ്ങളിലും മാർഗങ്ങളിലും റൂട്ടുകളിലും പെട്ടതാണ് നാം അള്ളാഹ്ക്ക് ചെയ്യേണ്ടതായ ബാധ്യതകളിൽ അത് തടസ്സമായി മാറാൻ പാടുള്ളതല്ല. ഇദാ റഔ തിജാറതൻ ഔ ലഹുവൻ ഫല്ലു ഇലൈഹ വതറകൂക ഖായിമ എന്ന ആക്ഷേപാർഹമായ ശൈലിയിൽ ഖുർആൻ അല്ലാഹ് സംസാരിച്ചതായി കാണാം. കച്ചവടത്തിലേക്കും ബിസിനസ്സിലേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ അവർ ഒഴിവാക്കി പെട്ടെന്നോടി പട്ടണത്തിൽ വ്യാപകമായത് കണ്ടപ്പോൾ നിങ്ങൾ നിസ്കരിച്ചിട്ട് നിസ്കാരത്തിൽ ഫ്രീ ആയതിന്റെ ശേഷം അല്ലാതെ അങ്ങനെ കാട്ടരുത്. നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ റസൂലേ നിങ്ങളെ തനിച്ചാക്കി മാറ്റി അവർ പള്ളി ഒഴിവാക്കി പട്ടണത്തിലേക്ക് പോകുന്ന ശൈലി പാടില്ല.